പശ്ചിമേഷ്യ ആണവായുധമുക്തമാക്കാനുള്ള ഏക തടസ്സം ഇസ്രയേലാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. ഇസ്രയേൽ പശ്ചിമേഷ്യയിൽ വംശഹത്യ നടത്തുമ്പോൾ തന്നെ ഇറാനോഫോബിയ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ശനിയാഴ്ച റോമിൽ വെച്ച് ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി ആന്റണിയോ തജാനിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അരാക്ചി ഇക്കാര്യം പറഞ്ഞത്. ഇറാന്റെ നിയമാനുസൃത അവകാശങ്ങൾ അംഗീകരിക്കുന്നതിനും അന്യായവും നിയമവിരുദ്ധവുമായ ഉപരോധങ്ങൾ നീക്കുന്നതിനും എല്ലാ കക്ഷികളും ഈ അവസരം ഉപയോഗിക്കണമെന്നും അരാക്ചി അഭ്യർത്ഥിച്ചു. ഇറാന്റെ ആണവ ലക്ഷ്യങ്ങൾ സമാധാനപരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശനിയാഴ്ച റോമിൽ വെച്ച് ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാനും അമേരിക്കയും തമ്മിൽ നടന്ന ആണവ ചർച്ചകളിൽ പോസിറ്റീവായ പുരോഗതിയുണ്ടെന്ന് ഇരുപക്ഷവും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അബ്ബാസ് അരാക്ചിയും യുഎസിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും തമ്മിൽ നടക്കുന്ന രണ്ടാംഘട്ട ചർച്ചയാണിത്. 4 മണിക്കൂറോളമാണ് ചർച്ച നീണ്ടുനിന്നത്. വിഷയങ്ങളിൽ തങ്ങൾക്ക് പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞെന്ന് ചർച്ചകൾക്ക് ശേഷം അരാക്ചി ഇറാനിയൻ സ്റ്റേറ്റ് ടിവിയോട് പറഞ്ഞു. ഞങ്ങൾ ശുഭാപ്തി വിശ്വാസികളാണെന്ന് പറയാനാവില്ല, പക്ഷെ ഞങ്ങൾ ജാഗ്രതയോടെയാണ് മുന്നോട്ടു പോകുന്നത്. അമിതമായി മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ മറ്റു കാരണവുമില്ലെന്നും അരാക്ചി പറഞ്ഞു. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നീക്കുന്നതിന് പകരമായി പരിമിതമായ നിയന്ത്രണങ്ങൾ അംഗീകരിക്കാൻ ഇറാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ചർച്ചകൾ വിദഗ്ധ തലത്തിലേക്ക് നീങ്ങുന്നതിനാൽ അടുത്തയാഴ്ച വീണ്ടും കൂടിക്കാഴ്ച നടത്താൻ ഇരുപക്ഷവും സമ്മതിച്ചതായി യുഎസ് ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചു. അതിനിടെ ആണവ വിഷയത്തിൽ ഇറാനും അമേരിക്കയും അടുത്തയാഴ്ച വീണ്ടും കൂടിക്കാഴ്ച നടത്താൻ പദ്ധതി. ശനിയാഴ്ച നടന്ന ചർച്ചകളെ സൃഷ്ടിപരമെന്നും വളരെ നല്ല പുരോഗതി കൈവരിക്കുന്നുവെന്നും ഇരുകക്ഷികളും വിശേഷിപ്പിച്ചതിന് പിന്നാലെയാണിത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും മുഖാമുഖം സംസാരിച്ചതായി ഒരു യുഎസ് ഉദ്യോഗസ്ഥനും സ്ഥിരീകരിച്ചു. ചർച്ചകൾ ക്രിയാത്മകമായ ഒരു അന്തരീക്ഷത്തിലാണ് നടന്നത്. അത് മുന്നോട്ടു പോവുകയാണെന്ന് എനിക്ക് പറയാൻ കഴിയും. സാങ്കേതിക ചർച്ചകൾക്ക് ശേഷം നമ്മൾ മെച്ചപ്പെട്ട നിലയിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും അരാക്ചി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനോട് പറഞ്ഞിരുന്നു. ഇത്തവണ തത്വങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ച് മികച്ച ധാരണയിലെത്താൻ തങ്ങൾക്ക് കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏപ്രിൽ 26 ഒമാനിൽ വീണ്ടും കൂടിക്കാഴ്ച നടത്തുന്നതിന് മുമ്പ് വരും ദിവസങ്ങളിൽ സാങ്കേതിക തലത്തിലുള്ള ചർച്ചകൾ നടക്കുമെന്നും അരാക്ചി പറഞ്ഞു. സാധ്യമായേക്കാവുന്ന കരാറിന്റെ വിശദാംശങ്ങൾ വിദഗ്ധർ ചർച്ച ചെയ്യുമെന്നത് ചർച്ചകളിലെ പുരോഗതി സൂചിപ്പിക്കുന്നു. ഇറാനെതിരെ സൈനിക നടപടിക്ക് ഭീഷണി മുഴങ്ങുമ്പോൾ തന്നെ ട്രംപ് പെട്ടെന്നുള്ള കരാറിനായി സമ്മർദ്ദം ചെലുത്തിയതിനാലാണിത്. നമ്മുടെ പരോക്ഷ ചർച്ചകളിൽ ഇരുകക്ഷികളും വളരെ നല്ല പുരോഗതി കൈവരിച്ചതായി ട്രംപ് ഭരണകൂടത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനും പറഞ്ഞു. കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഒമാനിലെ മസ്കറ്റിൽ വെച്ച് ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദി വ്യത്യസ്ത മുറികളിൽ ഇരുകക്ഷികളെയും പരസ്പരം ഇരുത്തി സംസാരിച്ചിരുന്നു. ഈ ചർച്ചകൾ ശക്തി പ്രാപിക്കുന്നു. ഇപ്പോൾ സാധ്യതയില്ലാത്തതുപോലും സാധ്യമാണെന്നും അൽ ബുസൈദി എക്സിൽ പറഞ്ഞു. ഇറാൻ ആണവായുധങ്ങളിൽ നിന്നും ഉപരോധങ്ങളിൽ നിന്നും പൂർണ്ണമായി മുക്തമാണെന്നും സമാധാനപരമായ ആണവോർജ്ജം വികസിപ്പിക്കാനുള്ള കഴിവ് നിലനിർത്തുന്നുവെന്നും ഉറപ്പാക്കുന്ന ഒരു കരാർ തേടുന്നതിനായി തുടർന്നും സംസാരിക്കാൻ ഇരുകക്ഷികളും സമ്മതിച്ചതായും ഒമാൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. കൂടാതെ ആണവ പദ്ധതി സംബന്ധിച്ച് ഇറാൻ യുഎസ് ചർച്ച നിർണായക ഘട്ടത്തിലാണെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തലവൻ റാഫേൽ മരിയാനോ ഗ്രോസിയും പറഞ്ഞു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. സുപ്രധാന ചർച്ചയുടെ ഘട്ടമാണിത്. ചർച്ചയിൽ നല്ല തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആണവ കരാർ യാഥാർത്ഥ്യമായാൽ ഒന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയെക്കുറിച്ച് ഗ്രോസ് പ്രതികരിച്ചു. ബുധനാഴ്ച തലസ്ഥാനമായ ടെഹ്റാനിലെത്തിയ ഗ്രോസി ഇറാന്റെ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ തലവൻ മുഹമ്മദ് ഇസ്ലാമിയുമായും കൂടിക്കാഴ്ച നടത്തി. ആണവ പദ്ധതി ചർച്ചയിൽ IAEA നിഷ്പക്ഷത പാലിക്കുകയും പ്രൊഫഷണലായി പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ് ഇറാൻ പ്രതീക്ഷിക്കുന്നത് എന്നും ഇസ്ലാമി പറഞ്ഞതായി ഔദ്യോഗിക വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.